അന്ന് പട്ടണത്തിൽ ശിവരാത്രിയുടെ ആഘോഷം നടക്കുകയായിരുന്നു. അതിന്റെ ശബ്ദം കാരണം അവൻ ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല. അങ്ങനെ കുറേ സമയത്തിനു ശേഷം അവൻ അറിയാതെ ഉറക്കത്തിലേക്ക് വീണു. അന്ന് രാത്രി ബാലൻ കിട്ടിയ കല്ലിനു ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി. ആ കല്ല് പെട്ടെന്ന് തന്നെ പ്രകാശിക്കാനും തിളക്കമുള്ളതുമായി മാറി തുടങ്ങി. ഇപ്പോൾ ആ കല്ല് വളരെ മനോഹരമായ തിളക്കമുള്ള കല്ലായി മാറിയിരിക്കുന്നു. അന്ന് രാത്രി മുഴുവൻ ആ കല്ല് പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. ഇത് ഒന്നും അറിയാതെ ബാലൻ നല്ല ഉറക്കത്തിലായിരുന്നു. സൂര്യവെളിച്ചം ഭൂമിയിൽ സ്പർശിച്ചപ്പോൾ ആ കല്ല് പഴയ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് ഒന്നും അറിയാത്ത ബാലൻ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് അവൻ ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, ഇന്നും എനിക്ക് ചാക്ക് നിറയെ സാധനങ്ങൾ തരണേ. ബാലൻ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്നേരം ആ കല്ല് ഒന്ന് തൊട്ടുനോക്കി. ചിരിച്ചുകൊണ്ട് ചാക്കും എടുത്ത് എന്നത്തെയും പോലെ ആക്രി പെറുക്കാൻ ഇറങ്ങി. ആ കല്ല് ഒരു അപൂർവ നിധിയാണെന്ന് അവൻ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പെറുക്കിയ സാധനങ്ങളുമായി അവൻ ആക്രികടയിൽ എത്തി. ബാലന്റെ സഞ്ചിയിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ട് ആക്രി കടക്കാരൻ ചോദിച്ചു, എടാ ബാല, ഇന്നും ഇരുമ്പും കമ്പിയും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് കേട്ട എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കൂടെ ബാലനും ചിരിച്ചു. ബാലൻ മറുപടി നൽകി, ഇല്ല ചേട്ടാ, ഇന്ന് ഞാൻ നല്ലതുപോലെ നോക്കിയാണ് എടുത്തത്. ഇന്നും കുറേ സാധനങ്ങൾ അവന് കിട്ടിയിരുന്നു. കിട്ടിയ പണവുമായി അവർ മടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് ഒരിക്കലും ആ കല്ല് പ്രകാശിച്ചതേയില്ല. അങ്ങനെ ഒരിക്കൽ ആക്രി ശേഖരിക്കുന്നതിനിടയിൽ അവന് ഒരു ഇരുമ്പു പെട്ടി കിട്ടി. അവൻ ആ പെട്ടി ഒരുപാട് ഇഷ്ടമായി. അത് വിൽക്കാൻ അവന് മനസ്സ് വന്നില്ല. അവൻ അത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് നല്ല മഴയായതുകൊണ്ട് അവർ നേരത്തെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവൻ ആ ഇരുമ്പുപെട്ടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അവന്റെ കയ്യിലുള്ള മുഴുവൻ നാണയങ്ങളും ആ പെട്ടിയിൽ ഇട്ട് ദൈവത്തിന്റെ ഫോട്ടോയുടെ അടുത്ത് വെച്ചു. അതിനു മുകളിലായി ആ കല്ലും എടുത്തു വെച്ചു. അതിനുശേഷം ബാലൻ ഉറങ്ങാൻ കിടന്നു. അന്ന് രാത്രി വളരെ ശക്തിയായ മഴ പെയ്തു. ഇടിയും മിന്നുമായി വളരെ ശബ്ദത്തോട് കൂടിയ പെരുമഴയായിരുന്നു അന്ന്. ബാലൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. വീട് മുഴുവനും പുഴ വെള്ളം കയറിയിരുന്നു. എന്തു ചെയ്യണം എന്നറിയാതെ ബാലൻ പകച്ചുനിന്നു. ബാലൻ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എടുത്ത് ചാക്കിലാക്കി പുറത്തേക്ക് ഓടി. കോളനിയിലെ എല്ലാവരും വീട് വിട്ട് അങ്ങാടിയിലേക്ക് ഓടി. ബാലൻ പെട്ടെന്ന് തന്നെ കൂട്ടുകാരെ കണ്ടെത്തി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവർ എല്ലാവരും ഭയന്നിരുന്നു. നേരം പുലർന്നു, മഴ ശാന്തമായി. അവർ അങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അവിടെ അവരുടെ കോളനി മുഴുവനായി ഒലിച്ചുപോയിരുന്നു. അവർ വളരെ വിഷമത്തിലായി.